നമ്മുടെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു സുപ്രീം കോടതിക്ക് ഒരു റെഫറൻസ് അയച്ചിരിക്കുന്നു. അതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. സുപ്രീം കോടതിക്ക് റെഫറൻസ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ചോദ്യമോ ചോദ്യങ്ങളോ ആണ്. അതിനെയാണ് റെഫറൻസ് എന്ന് പറയുന്നത്. ആ ചോദ്യത്തിന് സുപ്രീം കോടതിക്ക് ഉത്തരം കൊടുക്കാം. പക്ഷേ ആ ഉത്തരത്തിന് ആ ഒരു അഭിപ്രായത്തിൻ്റെ വിലയേ ഉണ്ടാവുകയുള്ളൂ. പ്രസിഡൻറ്റ് ആ ഉത്തരമനുസരിച്ച് പ്രവർത്തിക്കണം എന്നില്ല, പ്രവർത്തിച്ചു കൂടായികയുമില്ല. ഒരഭിപ്രായം ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. അതനുസരിച്ചോളണം എന്ന് വ്യവസ്ഥയില്ല. സുപ്രീം കോടതിക്കും അതേസമയം അഭിപ്രായം പറയാൻ വിസമ്മതിക്കുകയും ചെയ്യാം. അതിന് കാരണങ്ങൾ രേഖപ്പെടുത്തണം. അതാണ് സുപ്രീം കോടതിയുടെ ഒരു പ്രയാസം. ഒരു രാഷ്ട്രീയ ചോദ്യമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അതിന് ഉത്തരം കൊടുക്കാതെ ഒഴിഞ്ഞു മാറാം. അങ്ങനെ ഒഴിഞ്ഞു മാറിയ ഒരേ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് ഈ രാമജന്മഭൂമി, ബാബറി മസ്ജിദ് എന്ന് പറയുന്ന കെട്ടിടം നിന്നതിൻ്റെ അടിയിൽ രാമക്ഷേത്രം ഉണ്ടോ എന്ന് അഭിപ്രായം ചോദിക്കാനായിട്ട് സുപ്രീം കോടതിക്ക് പ്രസിഡൻറ്റ് റെഫറൻസ് അയച്ചിരുന്നു. സുപ്രീം കോടതി അത് വിനയപൂർവ്വം മടക്കി, ഇതൊരു പൊളിറ്റിക്കൽ ചോദ്യമാണ്, നിയമപ്രശ്നമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഉത്തരം പറയുന്നില്ല എന്ന് പറഞ്ഞ് അവർ മടക്കുകയും ചെയ്തു. 15 or 16 തവണ ഭരണഘടന ഉണ്ടായതിന് ശേഷം ഈ റെഫറൻസ് രാഷ്ട്രപതി നടത്തിയിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രപതിമാർ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ സുപ്രീം കോടതിയോട് ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 അനുസരിച്ചാണ് ഈ ചോദ്യം ചോദിക്കാനുള്ള പ്രൊവിഷൻ ആ ആർട്ടിക്കിളിലാണുള്ളത്. പ്രസിഡൻറ്റിൻ്റെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചു എന്നൊക്കെ ചാനലുകാർ വിളിച്ച് പറയുന്നത് ശരിയല്ല. സവിശേഷമായ അധികാരം ഭരണഘടനയിൽ ആർക്കുമില്ല. പ്രസിഡൻറ്റിനുമില്ല, പ്രധാനമന്ത്രിക്കില്ല, സുപ്രീം കോടതിക്കില്ല, ആർക്കുമില്ല. സവിശേഷമായ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ്, അതാണല്ലോ സവിശേഷമായ അധികാരം, സാധാരണയല്ലാത്ത അധികാരം. അങ്ങനത്തെ ഒരു അധികാരവും ആർക്കും ഭരണഘടനയിൽ ഇല്ല. അധികാരമുണ്ട്, അത് സവിശേഷം ഒന്നുമല്ല. പിന്നെ ഇതിനെ സവിശേഷം എന്ന് ചാനലുകാർ പറയാനെന്താ കാര്യം? അപൂർവമായി മാത്രം ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാവണം സവിശേഷം എന്ന വാക്ക് ഉപയോഗിച്ചത്. സവിശേഷത്തിന് അപൂർവം എന്ന് അർത്ഥമില്ല. അപൂർവമായി മാത്രം പ്രസിഡൻറ്റുമാർ ഉപയോഗിക്കാറുള്ള ഒരു പ്രൊവിഷനാണ്, ഭരണഘടനയിലെ ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 143. അത് അധികാരമാണ് എന്ന് പറയുന്നതും ശരിയല്ല. അധികാരം, റൈറ്റ്, പവർ അതൊന്നുമല്ല. ഒരു പ്രൊവിഷൻ, യു ക്യാൻ ആസ്ക്, യു ക്യാൻ കൺസൾട്ട്. ഇതാണ് 143 അനുസരിച്ചുള്ള പ്രൊവിഷൻ. ഇതാണ് 11 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രസിഡൻറ്റ് 14 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം പ്രസിഡൻറ്റ് മെയ് 13, 2025 ഒപ്പിട്ടിരിക്കുന്നത്. മെയ് 14 സുപ്രീം കോടതി ഇത് സ്വീകരിച്ച് റിസീവ്ഡ് ഇൻ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രിയിൽ നിന്ന് 14 ഉച്ചയ്ക്ക് 12:50 ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. 14 ആണ് പുതിയ ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ചാർജ് എടുത്തത്. 14 അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിനോടകം ഇത് കിട്ടിക്കാണും. ഈ 11 ചോദ്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഗവർണറുടെയും പ്രസിഡൻറ്റിൻ്റെയും അധികാരങ്ങളെ ചൊല്ലിയാണിത്. അതായത് ആർട്ടിക്കിൾ 200, ആർട്ടിക്കിൾ 201. ആർട്ടിക്കിൾ 200 ഗവർണറുടെ ഒപ്പിടാനുള്ള, ബില്ലുകൾ ഒപ്പിടാനുള്ള അധികാരം. 201 പ്രസിഡൻറ്റിന് ബില്ലുകൾ പാസ്സാക്കാൻ ഒപ്പിടാനുള്ള അധികാരം. ഇതൊക്കെ വെച്ചിട്ടാണ് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ആ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട 3 ഞാൻ പറയാം. ബാക്കിയൊക്കെ
ഈ നിയമത്തിൻ്റെ ഒരുപാട് നൂലാമാലകളിലേക്കൊക്കെ കടക്കണ്ടല്ലോ. അത് വലിയ പ്രയാസമാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയുള്ള കാര്യങ്ങളുമല്ല. എന്നാൽ പ്രസക്തിയുള്ള ഒരു 3 പോയിൻറ്റ്സ് മാത്രം ഞാൻ പറയാം. Whereas there are conflicting judgments of the Supreme Court as to whether the assent of the President of India under Article 201 of the Constitution of India is justiciable or not. ആർട്ടിക്കിൾ 201 അനുസരിച്ച് പ്രസിഡൻറ്റിന് ബില്ലുകളിൽ ഒപ്പിടാനുള്ള, ബില്ലുകൾ പാസ്സാക്കാനുള്ള അധികാരത്തെ ചൊല്ലി കോൺഫ്ലിക്റ്റിംഗ് ജഡ്ജ്മെൻറ്റ്സ് സുപ്രീം കോടതിയുടെ നിലനിൽക്കുന്നു. പരസ്പര വിരുദ്ധമായ ജഡ്ജ്മെൻറ്റ്സ് നിലനിൽക്കുന്നു. ഇതാണ് പ്രസിഡൻറ്റ് 14 ചോദ്യം ചോദിക്കാനുള്ള 11 കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അതൊരു വാലിഡ് റീസൺ ആണല്ലോ. പരസ്പര വിരുദ്ധമായ വിധികൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ ഇത് വരാറില്ല. നമ്മളുടെ വസ്തു തർക്കം, കമ്പനികളുടെ തർക്കം, അത് ഇതൊക്കെ വരുമ്പോൾ ഇതൊന്നും പരസ്പര വിരുദ്ധമൊന്നും ആകാറില്ല. എന്നാൽ ഗവർണർമാരുടെ അധികാരം, സ്പീക്കറുടെ അധികാരം, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഓരോ വിധിയും ഓരോ തരത്തിൽ വരും. 5 കൊല്ലം മുമ്പ് മഹാരാഷ്ട്ര അസംബ്ലിയിൽ നടന്ന ഒരു സംഭവത്തിൽ വന്ന വിധി 5 കൊല്ലത്തിന് ശേഷം ജാർഖണ്ഡ് അസംബ്ലിയിലെ ഒരു സംഭവത്തിൽ നേരെ തിരിച്ച് വിധിച്ചു എന്ന് വരും. അപ്പോഴാണ് ഈ പരസ്പര വിരുദ്ധമായ വിധികൾ വരുന്നത്. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ബില്ല് പാസ്സാക്കുന്നതിനെ പറ്റി പർദിവാല എഴുതിയ ജഡ്ജ്മെൻറ്റ്, അതാണല്ലോ ഇതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ തുടക്കം. 415 പേജുള്ള പർദിവാലയുടെ ജഡ്ജ്മെൻറ്റിൽ അദ്ദേഹം തന്നെ പലപ്പോഴും തനിക്ക് അസൗകര്യമുള്ള വിധികൾ പെർ ഇൻക്വയറിയം ആയിട്ട്, അതായത് നിലവിലില്ല, അതിൻ്റെ പ്രിൻസിപ്പിൾ ശരിയല്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യുക. അതാണ് ഡിക്ലെയറിങ് എ ജഡ്ജ്മെൻറ്റ് പെർ ഇൻക്യൂറിയം. ഇത് ഈ അദ്ദേഹത്തിന് അസൗകര്യമുള്ളതെല്ലാം തള്ളിക്കളയുകയും അദ്ദേഹത്തിന് അനുകൂലമായതെല്ലാം അംഗീകരിക്കുകയും ചെയ്ത് എഴുതിയൊരു ജഡ്ജ്മെൻറ്റാണ്. അത് അന്ന് വിലയിരുത്തുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സംസ്ഥാനത്തിന് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിഘടിച്ച് പോകണം എന്ന് തോന്നിയാൽ പോകാൻ അനുവാദം കൊടുക്കുന്ന രീതിയിലാണ് ജസ്റ്റിസ് പർദിവാല ആ ജഡ്ജ്മെൻറ്റ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം അവിടം വരെയൊക്കെ ആലോചിച്ചിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അദ്ദേഹം എഴുതി വന്നപ്പോൾ ഇങ്ങനെയാണ് അത് കലാശിച്ചത്. 2, പ്രസിഡൻറ്റ് പറയുന്നു, സാധാരണഗതിയിൽ ഒരു സ്യൂട്ടുമായിട്ടാണ് സ്റ്റേറ്റുകളെല്ലാം വരേണ്ടത്, ഭരണഘടനാപരമായിട്ടും സുപ്രീം കോടതിയിലെ റൂൾ അനുസരിച്ചും. എന്നാൽ ആർട്ടിക്കിൾ 32 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ലംഘനം എന്ന് പറഞ്ഞിട്ടാണ് ഈ സംസ്ഥാനങ്ങൾ ഗവർണറെ പറ്റിയുള്ള കംപ്ലൈൻറ്റുമായിട്ട് വരാറുള്ളത്. അത് കോടതി എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രസിഡൻറ്റ് ചോദിക്കുന്നു, whereas the states are frequently approaching the Supreme Court of India invoking Article 32 and not Article 131 of the Constitution, raising issues which by their very nature are federal issues involving interpretation of the Constitution. ഭരണഘടന വ്യാഖ്യാനം ചെയ്യേണ്ട പ്രശ്നങ്ങൾ അടങ്ങിയ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ അടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ വരുന്നു, സ്യൂട്ടായിട്ട് വരുന്നില്ല. അതാണ് ആർട്ടിക്കിൾ 131. ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നു. വേറൊന്ന്, whereas the concept of a deemed assent of the President and the Governor is aligned to the constitutional scheme and fundamentally circumscribes the power of the President and the Governor. ഈ ഡീംഡ് അസെൻ്റ് ഉണ്ടല്ലോ, പർദിവാലയുടെ ജഡ്ജ്മെൻറ്റിൽ ഡീംഡ് അസെൻ്റ് ഉണ്ട്. അതായത് 30 ദിവസത്തിനകം അല്ലെങ്കിൽ 90 ദിവസത്തിനകം ഗവർണറോ പ്രസിഡൻറ്റോ അനുമതി കൊടുത്തില്ലെങ്കിൽ ബില്ല് പാസ്സായതായി കണക്കാക്കപ്പെടും. അങ്ങനൊരു സാധനം ഭരണഘടന വിഭാവനം ചെയ്തിട്ടേയില്ല. ഇപ്പം നിങ്ങൾ സമയപരിധി തീരുമാനിച്ചു, 30 ദിവസത്തിനകം ഒപ്പിടണം, 90 ദിവസത്തിനകം ഒപ്പിടണം എന്ന് പറഞ്ഞു. ഇവർ ഒപ്പിട്ടില്ലെങ്കിൽ ഇത് ബില്ല് പാസ്സായതായി കണക്കാക്കപ്പെടും എന്ന് നിങ്ങളെങ്ങനെ വിധിച്ചു? ഏത് വകുപ്പ് വെച്ച് ഭരണഘടന എങ്ങനെ വ്യാഖ്യാനിച്ചു? പ്രസിഡൻറ്റിൻ്റെ അത് മനസ്സിലാവുന്നില്ല. ഇതാണ് പ്രസിഡൻറ്റ് ഉന്നയിക്കുന്ന 11ൽ 3 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഇതാണ്. ഇനി പ്രസിഡൻറ്റിൻ്റെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരാം.
പ്രസിഡൻറ്റ് പറഞ്ഞ മറ്റ് കാരണങ്ങൾ ഈ കോംപ്ലിക്കേഷൻ കൊണ്ട്, ലീഗൽ കോംപ്ലിക്കേഷൻ കൊണ്ടാണ് ഞാനത് വായിക്കാത്തത്. അത് അത്ര വലിയ പ്രസക്തമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. പ്രസിഡൻറ്റിൻ്റെ സ്റ്റാമ്പൊക്കെയുള്ള ഈ കത്ത്, സുപ്രീം കോടതിക്ക് അയച്ച ഈ റെഫറൻസ് നെറ്റിൽ അവൈലബിളാണ്, നിങ്ങൾക്കെല്ലാം എടുത്തു നോക്കാറുള്ളൂ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓപ്ഷൻസ് ബിഫോർ എ ഗവർണർ വെൻ എ ബിൽ ഈസ് പ്രസൻറ്റഡ് ടു ഹിം? പ്രാഥമികമായ ചോദ്യം. നിയമസഭ ഒരു ബില്ല് ഗവർണർക്ക് ഒപ്പിടാനായിട്ട് കൊടുക്കുമ്പോൾ ഗവർണർക്ക് എന്തെല്ലാം ഓപ്ഷൻസാണോ ഉള്ളത് ഭരണഘടനാപരമായിട്ട്, അത് കൃത്യമായിട്ട് പറയാമോ? 2, ഈസ് ദ ഗവർണർ ബൗണ്ട് ബൈ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ടെൻഡേർഡ് ബൈ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്? ഈ മന്ത്രിസഭയുടെ ഉപദേശം ഗവർണർക്ക് ബാധകമാകുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ്? ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ വെൻ എ ബിൽ ഈസ് പ്രസൻറ്റഡ് ബിഫോർ ഹിം അണ്ടർ ആർട്ടിക്കിൾ 200 while exercising all the options available with him, is the governor bound by the aid and advice? ഒരു ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ അതിലൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ മന്ത്രിസഭയുടെ ഉപദേശം ഗവർണർക്ക് ബാധകമാണോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഈസ് ദ എക്സർസൈസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ ബൈ ദ ഗവർണർ ഈസ് ജസ്റ്റീസിയബിൾ? ഇപ്പോൾ ഗവർണറുടെ വിവേചനാധികാരം, അതിൽ കോടതിക്ക് ഇടപെടാമോ? ജസ്റ്റീസിയബിൾ എന്ന് ചോദിച്ചാൽ അതാണ്. കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണോ ഗവർണറുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പരിശോധനകൾ? ഗവർണർ എങ്ങനെ പരിശോധിച്ചു, എവിടെ പരിശോധിച്ചു, കൊണ്ടുപോകാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ശരി തെറ്റുകൾ കോടതിക്ക് പരിശോധിക്കാമോ? ഇതാണ്. പരിശോധിക്കാമെങ്കിൽ പരിശോധിക്കാം എന്ന് പറയുക. ഭരണഘടന ഇന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾക്കതിന് അധികാരമുണ്ട് എന്ന് പ്രസിഡൻറ്റിന് മറുപടി കൊടുക്കുക. ഈസ് ആർട്ടിക്കിൾ 361 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻ അബ്സല്യൂട്ട് ബാർ ടു ദ ജുഡീഷ്യൽ റിവ്യൂ? ഗവർണറുടെ ചെയ്തികൾക്ക് ചില തടസ്സങ്ങളുണ്ട് അനുച്ഛേദം 361. അത് ഒരു അബ്സല്യൂട്ട് ബാറാണോ? ഇനി ഗവർണറുടെ പ്രവൃത്തികൾ കോടതി ഇടപെടാനേ പാടില്ല എന്നുണ്ടോ? നോക്കൂ, പ്രസിഡൻറ്റ് വളരെ സത്യസന്ധമായ മനസ്സോടെയാണ്. ഒന്ന്, നിങ്ങൾക്ക് ഇടപെടാമോ? പെടാമെങ്കിൽ എങ്ങനെ, എന്ത് പ്രൊവിഷൻ വെച്ച്? ഇനി ഇടപെടാനേ പാടില്ല എന്ന് വെച്ചോ, അതിനും ഒരു ന്യായം വേണമല്ലോ. ആ ന്യായം എന്താണ്? അനുച്ഛേദം 361 ആണോ? 361 അങ്ങനെയാണോ വ്യാഖ്യാനിക്കേണ്ടത്? അപ്പോൾ വേണം എന്ന് തീരുമാനിച്ചാലും അതിൻ്റെ കാരണങ്ങൾ പ്രസിഡൻറ്റിന് അറിയണം, വേണ്ട എന്ന് തീരുമാനിച്ചാലും അതിൻ്റെ കാരണങ്ങൾ പ്രസിഡൻറ്റിന് അറിയണം. ഇൻ ദ ആബ്സെൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലി പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്, can time limits be imposed and the manner of exercise be prescribed through judicial orders? സമയപരിധി, ഒരു ബില്ല് പാസ്സാക്കാൻ അല്ലെങ്കിൽ ബില്ലിന് അംഗീകാരം കൊടുക്കാൻ ഭരണഘടന സമയപരിധി പറയുന്നില്ല. ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. കഴിവതും വേഗം എന്ന് പറയുന്നു. കഴിവതും വേഗം എന്ന് പറഞ്ഞാൽ എത്ര വേഗം? 1 മാസം, 1 വർഷം, 10 വർഷം, എന്തും ആകാമല്ലോ. കഴിവതും വേഗം എന്നല്ലേ. അപ്പോൾ അത് വളരെ വേഗമായിട്ട് ഭരണഘടന നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ നിർത്തിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് കയറി ഒരു ടൈം ലൈൻ കൊടുക്കാമോ? ഇതാണ് ചോദ്യം. കാരണം ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു സാധനം എഴുതി ചേർക്കാൻ ഭരണഘടനയിൽ സമയപരിധി ഇല്ല. ആ സമയപരിധി സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർ ഇരുന്നിട്ട് അങ്ങ് എഴുതി ചേർക്കുകയാണ്. അങ്ങനെ ചെയ്യാമോ? അവരങ്ങനെ ചെയ്തിട്ടില്ലോ. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ അവർ ചെയ്തു. ഈസ് ദ എക്സർസൈസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ ബൈ ദ പ്രസിഡൻറ്റ് ഈസ് ജസ്റ്റീസിയബിൾ? ഇതേപോലെ പ്രസിഡൻറ്റിൻ്റെ പ്രവൃത്തികൾ സുപ്രീം കോടതിക്ക് പരിശോധിക്കാമോ? ജസ്റ്റീസിയബിൾ ആണോ? പ്രസിഡൻറ്റ് പരിശോധിച്ച ഫയലുകൾ, സംഗതി, ഒപ്പിട്ട കലാസുകളൊക്കെ ഇവിടെ കൊണ്ടുപോവാ, ഞങ്ങൾ നോക്കട്ടെ, ഇതൊക്കെ നിയമവിരുദ്ധമാണ്, ഇതൊന്നും ഭരണഘടനയൊന്നും ഒന്നും ആർക്കും അറിഞ്ഞുകൂടേണ്ടോ, എന്തായത് എന്നൊക്കെ ചോദിച്ച് ചില അടികളൊക്കെ അടിച്ച്
ടി വിയിൽ ഹെഡ്ലൈൻസൊക്കെ വരുത്തി ഷൈൻ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടോ എന്നാണ് വിനയപൂർവ്വം പ്രസിഡൻറ്റ് ചോദിക്കുന്നത്. ഇവർ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. ഇവർ കേസിൻ്റെ വിധി ഒരു വശത്ത് പിന്നീട് വരും. കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ബെഞ്ചിലിരുന്നുള്ള കീറുണ്ടല്ലോ, ആ നരേന്ദ്രമോദിയെ അടിച്ച് നിലംപരിശാക്കുക, പ്രസിഡൻറ്റിനെ പുച്ഛിക്കുക, ഗവർണറെ ശാസിക്കുക, ഇതൊക്കെ വെർബലിയാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എഴുതി കിട്ടിയാൽ നിങ്ങൾക്ക് പറയാം ഇത് മഹാമോശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എക്സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ പറയാം. ഈ വാ കൊണ്ട് പറയുന്ന ആകാശത്തേക്ക് പോയില്ലേ, ടി വിക്കാർ പിടിച്ചെടുത്തില്ലേ. അങ്ങനെയാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും പല ജഡ്ജിമാരും നേടുന്നത്, മിടുക്കന്മാരാകുന്നത്. അവർക്കറിയാം അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈനാകുമെന്ന്. ഈ നാട്ടിലൊരു ഭരണമുണ്ടോ, നിയമവാഴ്ചയുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരട്ടുക. അപ്പോൾ ഇതൊക്കെ പ്രസിഡൻറ്റ് കണ്ടില്ല എന്നാണ് ഇവരുടെ വിചാരം. ഇരിക്കട്ടെ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷണലി പ്രിസ്ക്രൈബ്ഡ് ടൈം ലൈൻ, ഇത് തന്നെ ചോദിക്കുന്നു ഗവർണറുടെ കാര്യത്തിൽ. പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിലും ടൈം ലൈൻ ഇല്ല. അത് നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? ഇൻ ലൈറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം ഗവേണിംഗ് ദ പവേഴ്സ് ഓഫ് ദ പ്രസിഡൻറ്റ്, ഈസ് ദ പ്രസിഡൻറ്റ് റിക്വയർഡ് ടു സീക്ക് അഡ്വൈസ് ഓഫ് ദ സുപ്രീം കോർട്ട് ബൈ വേ ഓഫ് റെഫറൻസ്? ആ പർദിവാലയുടെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഒരു ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രസിഡൻറ്റിന് തോന്നിയാൽ അത് ഞങ്ങൾക്കയക്കണം, ഞങ്ങളത് പരിശോധിക്കും. ഇതാണ് പർദിവാല ആ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിരിക്കുന്നത്, തമിഴ്നാട് ജഡ്ജ്മെൻറ്റിൽ. അതിൻ്റെ കാര്യമാണ് ഗവർണർ അല്ല പ്രസിഡൻറ്റ് ചോദിക്കുന്നത്. പ്രസിഡൻ്റ് ആണെങ്കിലും ഗവർണർ ആണെങ്കിലും ഇതിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് അയച്ചു തരണം എന്നാണോ? ഫലത്തിൽ ഓരോ ബില്ലും നിങ്ങൾക്ക് അയക്കേണ്ടി വരുമോ? ഇതാണ് required to seek advice of the Supreme Court by way of a reference of the Constitution of India and take the opinion of the Supreme Court when the governor reserves a bill for the president assent or otherwise. ഗവർണർമാർ എനിക്കൊരു ബില്ല് അയച്ചു തരുന്നു, ഇതിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ട്, പ്രശ്നമുണ്ട്, ഒരുപാട് കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് പരിശോധിക്കാൻ അവകാശമുണ്ടോ? നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് എനിക്കൊരവകാശവും ഇല്ല. ഭരണഘടനാ വിരുദ്ധമാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ പ്രസിഡൻറ്റ് പോയി ഓച്ചാനിച്ച് നിൽക്കണം. ചേട്ടാ ഇതൊന്നും നോക്കിത്തരുമോ? നോക്കട്ടെ, അവിടെ വെച്ചേക്ക്. ഈ വക ജാടകളൊക്കെ പ്രസിഡൻറ്റിന് സഹിക്കാൻ പറ്റിയില്ല എന്നാണ് ഈ റെഫറൻസിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ആ ഭാഷ അത്യന്തം ഡീസൻ്റായ ഭാഷയാണ് കേട്ടോ. അടുത്ത പോയിൻ്റ്, ആർ ദ ഡിസിഷൻസ് ഓഫ് ദ ഗവർണർ ആൻഡ് ദ പ്രസിഡൻറ്റ് അണ്ടർ ആർട്ടിക്കിൾ 201 and 200 justiciable at a stage anterior to the law coming into force? ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് ബില്ലായിട്ടിരിക്കുമ്പോൾ തന്നെ കോടതിക്ക് ഇതിൽ ഇടപെടാമോ? ഈസ് ഇറ്റ് പെർമിസിബിൾ ഫോർ ദ കോർട്സ് ടു അണ്ടർടേക്ക് ജുഡീഷ്യൽ അഡ്ജുഡിക്കേഷൻ ഓവർ ദ കണ്ടൻസ് ഓഫ് എ ബിൽ ഇൻ എനി മാനർ ബിഫോർ ഇറ്റ് ബിക്കംസ് എ ലോ? ഇതാണ് ഈ ബില്ലിൻ്റെ ഒരു പ്രത്യേകത. നിയമമായി കഴിഞ്ഞ് പ്രസിഡൻറ്റിൻ്റെയോ ഗവർണറുടെയോ ഒപ്പ് കിട്ടി അത് നോട്ടിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് ആക്റ്റ് ആകുന്നത്. ബില്ല് ആക്റ്റ് ആകുന്നത് അപ്പോഴാണ്. ആക്റ്റായി കഴിയുമ്പോഴാണ് കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്യുക. അതുവരെ അത് ബില്ലാണ്. ഏത് നിമിഷമാണെങ്കിൽ അതിലെ വാക്കുകൾ മാറിയെന്ന് വരാം, പിൻവലിച്ചു എന്ന് വരാം, എന്തും സംഭവിച്ചു എന്ന് വരാം. അപ്പോൾ ദ്രൗപദി മുർമു ഇപ്പോൾ ചോദിക്കുന്നത് സുപ്രീം കോടതിയോട്, ഇത് ബില്ലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൽ ഇടപെടാൻ അവകാശമുണ്ടോ? ഇത് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച പർദിവാല അതിലും ഇടപെട്ടു. ആരും ശ്രദ്ധിക്കാതെ പോയൊരു ജഡ്ജ്മെൻറ്റാണ്. കാരണം കമ്പനി കേസായിരുന്നു, കമ്പനികൾ തമ്മിലുള്ള വഴക്കായിരുന്നു. അപ്പോൾ അതിൽ ഇന്ത്യൻ ആർബിട്രേഷൻ ആൻഡ് റീകൺസിലിയേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ടുണ്ട്. ആർബിട്രേഷൻ, റീകൺസിലിയേഷൻ ഇതെല്ലാം നടത്തേണ്ടത് എങ്ങനെ എന്ന് വിവരിക്കുന്ന ആക്ട്. ഈ ആക്ട് അമെൻഡ് ചെയ്തിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസമോ മറ്റോ അവതരിപ്പിച്ചതേ ഉള്ളൂ. അതിൻ്റെ ചർച്ച നടന്നിട്ടില്ല, അതൊരു കമ്മിറ്റിക്കും വിട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മന്ത്രി അവതരിപ്പിച്ചു, അതവിടെ കിടക്കുന്നു. ഇങ്ങനെ അവതരിപ്പിച്ച മാത്രം ചെയ്ത ബില്ല് പർദിവാല ഈ ജഡ്ജ്മെൻറ്റിൽ എടുത്തിട്ട് ആ ബില്ലിൽ ഇന്ന പോരായ്മ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ ജഡ്ജ്മെൻറ്റ് എഴുതി.
അതാണ് പ്രസിഡന്റ് ഇപ്പം ചോദിക്കുന്നത്. ഈ സാധനം ഞാനോ ഗവർണറോ ആരും കാണുന്നതിന് മുമ്പേ നിങ്ങൾക്കെടുത്ത് പരിശോധിച്ചിട്ട് അതിൻ്റെ പുറത്ത് ജഡ്ജ്മെൻ്റ് എഴുതാമോ? ഇതാണ് ചോദ്യം. അതായത് വരാൻ പോകുന്ന ബില്ല്, പാസ്സാകാൻ പോകുന്ന ബില്ല്, ഇനി അത് പാസ്സായില്ലെങ്കിലോ അപ്പോൾ ഈ ജഡ്ജ്മെൻ്റിൻ്റെ കാര്യം എന്താവും? ഈ ചരിത്രത്തിൽ ഇന്ന് വരെ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ചെയ്യാത്തൊരു കാര്യമാണ് പർദിവാല ഈ ആർബിട്രേഷൻ ആക്ടിൻ്റെ കാര്യത്തിൽ ചെയ്തത്. പർദിവാല പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ പാർലമെൻറ്റിൽ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ബില്ലില്ലേ, നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന ബില്ല്, ആ ബില്ലിൽ ഇന്ന ന്യൂനതകളുണ്ട്, അതുകൊണ്ട് ആ ന്യൂനതകൾ നിങ്ങൾ പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിരിക്കുന്നു. പാർലമെൻറ്റ് ആ ബില്ല് തന്നെ അങ്ങോട്ട്, അമെൻമെൻറ്റ് തന്നെ അങ്ങോട്ട് വിഡ്രോ ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ പർദിവാലയുടെ ജഡ്ജ്മെൻറ്റിന് എന്താ വില? പോയില്ലേ അല്ല. എനിക്കും മനസ്സിലാവണില്ല. ഒരു സുപ്രീം കോടതി ജഡ്ജി മിസ്റ്റർ പർദിവാല ഈസ് ആക്ടിങ് ലൈക്ക് ബുൾ ഇൻ എ ചൈന ഷോപ്പ് ആൻഡ് ദ ഹോൾ നേഷൻ ഈസ് ഹെൽപ്ലെസ്ലി വാച്ചിങ് ബിക്കോസ് ഹി ഈസ് എ സുപ്രീം കോടതി ജഡ്ജ്. നത്തിങ് ക്യാൻ ബി ഡൺ അഗൻസ്റ്റ് ഹിം എക്സെപ്റ്റ് ഇംപീച്ച്മെൻറ്റ്, ആൻഡ് ഇംപീച്ച്മെൻറ്റ് ഈസ് എ ലോങ് ഡ്രോൺ പ്രോസസ്. ഊവിച്ചപ്പോൾ ഈ വീട്ടിൽ നോട്ട് കെട്ട് കത്തിച്ച് ജഡ്ജിയുടെ കേസ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെയല്ലേ പർദിവാലയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ കേസ്. പർദിവാല കാശൊന്നും മേടിച്ചിട്ടില്ലല്ലോ, ഇതുപോലത്തെ ബോധം കെട്ട ജഡ്ജ്മെൻറ്റ്സൊക്കെ എഴുതിയെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പീപ്പിൾ ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആർ ഹെൽപ്ലെസ് നൗ. ഇതാണ് ദ്രൗപദി മുർമുവിൻ്റെ 9ാമത്തെ ചോദ്യമായിട്ട്, ഈസ് ഇറ്റ് പെർമിസിബിൾ ഫോർ ദ കോർട്സ് ടു അണ്ടർടേക്ക് ജുഡീഷ്യൽ അഡ്ജുഡിക്കേഷൻ ഓവർ ദ കണ്ടൻസ് ഓഫ് എ ബിൽ ഇൻ എനി മാനർ ബിഫോർ ഇറ്റ് ബിക്കംസ് ലോ? 10ാമത്തെ ചോദ്യം, can the exercise of constitutional powers and the orders of president or governor be substituted in any manner under Article 142 of the Constitution of India? ഈ ആർട്ടിക്കിൾ 142 ന്യൂക്ലിയർ ബോംബെന്ന് വൈസ് പ്രസിഡൻറ്റ് ജഗദീപ് ധൻകർ പറഞ്ഞത്. ഈ 142 ഉപയോഗിച്ച് ഗവർണറുടെയോ പ്രസിഡൻറ്റിൻ്റെയോ ഉത്തരവുകൾ റദ്ദാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ? കാരണം ആർട്ടിക്കിൾ 142 പറയുന്നത് കംപ്ലീറ്റ് ജസ്റ്റിസിന് വേണ്ടിയിട്ട് നടപടികളെടുക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് എന്നാണ്. നൗ വാട്ട് ഈസ് കംപ്ലീറ്റ് ജസ്റ്റിസ്? സുപ്രീം കോടതി പറയുകയാണ്, പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗവർണറുടെ ഈ ഉത്തരവ് നീതി നിഷേധമാണ് എന്ന് എനിക്ക് ബോധ്യം വന്നതിനാൽ ഞാനിത് ക്യാൻസൽ ചെയ്യുന്നു ആർട്ടിക്കിൾ 142 വെച്ച്. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ. ഈ എല്ലാവരെയും കടത്തി വെട്ടിക്കൊണ്ട് സകലരുടെയും ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ട് 2 കൈയിലും വാളും പിടിച്ചിട്ട് കാണുന്നവനെയൊക്കെ വെട്ടിക്കൊല്ലാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ സന്തോഷം. അതിനുള്ള ന്യായങ്ങൾ ഭരണഘടനയിൽ നിന്ന് കണ്ടെത്തണമെന്ന് മാത്രം. You are using Article 142 as a shield, as a sword, as a bomb, as a missile. Use it, okay, but fine. But please convince us under which provision of the Constitution you are doing that. ഇത്രയേ ഉള്ളൂ. അത് പറയണം. അപ്പോൾ 10 കഴിഞ്ഞു. 11ാമത്തെ ചോദ്യം, ഈസ് എ law made by the state legislature a law in force without the assent of the governor? സിമ്പിൾ ചോദ്യമാണ്. ഗവർണർ ഒപ്പിടാതെ ഒരു നിയമസഭയുടെ നിയമമാകുമോ? ഇതാണ് ചോദ്യം. ഇതിന് മറ്റതുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. ഏത്? ഡീംഡ് അസെൻറ്റുമായിട്ട് ബന്ധമുണ്ട് ഈ ചോദ്യത്തിന്. ബട്ട് ആ ചോദ്യം പ്രത്യേകം ചോദിക്കുകയാണ്, കാരണം ഇല്ലെങ്കിൽ ഇവർ പഴുതിലൂടെ രക്ഷപ്പെട്ട് കളയും കോടതികൾ. അടുത്ത ചോദ്യം, ഇൻ വ്യൂ ഓഫ് ദ പ്രൊവിസോ ഓഫ് ആർട്ടിക്കിൾ 145(3). ആർട്ടിക്കിൾ 145 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ ബെഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വകുപ്പാണ്. അപ്പോൾ ഭരണഘടന ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ഒരു ഭരണഘടനാ ബെഞ്ചിൻ്റെ ആവശ്യമുണ്ടോ, അതോ നിങ്ങൾ 2 പേരോ ഒരാളോ മതിയോ? ഇതാണ് 12ാമത്തെ ചോദ്യം. കാരണം പർദിവാലയും പിന്നെ ഒരു ജഡ്ജും അല്ലേ ഉണ്ടായിരുന്നുള്ളൂ തമിഴ്നാടിൻ്റെ ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ. അവർ പെരുമാറിയത് ഏതിലാണ്? ഭരണഘടനയിലാണ്. ഭരണഘടനയിൽ ഇല്ലാത്തത് എഴുതി ചേർക്കുക വരെ ചെയ്തു. മിനിമം ഒരു ഭരണഘടനാ ബെഞ്ചിലെങ്കിലും ആ കേസ് വിടേണ്ടിയിരുന്നില്ലേ? അത് വിട്ടില്ല. അതാണ് പ്രസിഡൻറ്റ് ചോദിക്കുന്നത്, ഭരണഘടനാ ബെഞ്ചൊന്നും വേണ്ടേ?
വേണ്ടെങ്കിൽ വേണ്ട, വിരോധമില്ല. അതിൻ്റെ ന്യായം പറഞ്ഞാൽ മതി. കാരണം ആർട്ടിക്കിൾ 145(3) അനുസരിച്ച് ഭരണഘടനാ ബെഞ്ച് വേണം എന്ന് ഭരണഘടനയിൽ പറയുന്നു. അതുകൊണ്ടാണ്. ഡു ദ പവേഴ്സ് ഓഫ് ദ സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 142 limited to matters of procedural law or Article 142 of the Constitution of India extends to issuing directions, passing orders which are contrary to or inconsistent with existing substantive or procedural provisions of the Constitution or law in force. ഈ ആർട്ടിക്കിൾ 142 നിങ്ങളുടെ അധികാരമുണ്ടല്ലോ, അത് ഭരണഘടനയ്ക്ക് വിധേയമാണോ അതോ അത് ഭരണഘടനയ്ക്കും മുകളിലാണോ? ആർട്ടിക്കിൾ 142 അനുസരിച്ച് ഭരണഘടന തന്നെ ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? കേശവാനന്ദ ഭാരതി കേസിൽ വന്ന ഒരു പ്രശ്നം അതാണ്. ആർട്ടിക്കിൾ 368 വെച്ച് ഭരണഘടന ഭേദഗതി ചെയ്യാം. അപ്പോൾ ഒരു ചോദ്യം വന്നു, ഭേദഗതി ചെയ്ത് ഈ ഭരണഘടന തന്നെ ഇല്ലാതാക്കാമോ? ആക്കാമല്ലോ ഒരു രീതിയിൽ വ്യാഖ്യാനിച്ചാൽ. ഭരണഘടന ഭേദഗതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭരണഘടന ഇല്ലാതാക്കുക എന്നും കൂടെ അർത്ഥമില്ലേ? ഉണ്ട്. അതായിരുന്നു അന്ന് വന്ന പ്രശ്നം. ആ പ്രശ്നം മറികടക്കാനായിട്ടാണ് ബേസിക് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞൊരു തിയറിയൊക്കെ ഉണ്ടാക്കിയത്. അത് വേറൊരു പുലിവാലാണ് കേട്ടോ. അത് എല്ലാവരും ധരിക്കുന്നത് ബേസിക് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെയൊന്നുമല്ല. ബേസിക് സ്ട്രക്ചർ വേറൊരു വലിയ പാരയും അതിനകത്ത് നടന്ന അന്തർനാടകങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. എന്തുമായിക്കോട്ടെ, ഇപ്പം ചോദിക്കുന്നത് ഭരണഘടനയ്ക്കും ഭരണഘടനയുടെ താഴെയുള്ള നിയമങ്ങളും അതിനെ ബാധകമാണോ ഈ 142 അതോ അതിനും മേലെയാണോ? ഇതാണ് ചോദ്യം. 14ാമത്തെ ചോദ്യം, ഡസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബാർ എനി അതർ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ടു റിസോൾവ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ യൂണിയൻ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സെപ്റ്റ് ബൈ വേ ഓഫ് എ സ്യൂട്ട് അണ്ടർ ആർട്ടിക്കിൾ 131? ഈ ഭരണഘടനയിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ ആർട്ടിക്കിൾ 131 അല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ടെന്ന് സുപ്രീം കോടതി പലതവണ തെളിയിച്ചു കഴിഞ്ഞു. ആർട്ടിക്കിൾ 32 വെച്ച് ഈ ഹർജികൾ എടുക്കുകയും വിധി പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഒഫീഷ്യലി അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഭരണഘടന അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ സ്യൂട്ട് വേണം ഫയൽ ചെയ്യാൻ ആർട്ടിക്കിൾ 131 വെച്ചിട്ട്. അത് ചെയ്യാതെ മൗലികാവകാശ ലംഘനത്തിൻ്റെ പ്രൊവിഷൻ വെച്ചിട്ട് കേസുമായിട്ട് വരുന്നത് ശരിയാണോ? അത് നേരത്തെ പ്രസിഡന്റ് ചോദിച്ചു. ഇപ്പോൾ അത് സിംഗിൾ ലൈനിൽ ഒറ്റ ചോദ്യമായിട്ട് ചോദിക്കുന്നു. 131 അല്ലാതെ വേറെ വകുപ്പുണ്ടോ ഭരണഘടനയിൽ ഈ വഴക്ക് തീർക്കാൻ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ 14 ചോദ്യങ്ങളാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ചോദിച്ചിരിക്കുന്നത്. ഇത് 13-ാം തീയതി ഈ റെഫറൻസ് എഴുതി 14-ാം തീയതി മെയ് 14-ന് സുപ്രീം കോടതിക്ക് കിട്ടുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ സാധാരണ പ്രൊസീജിയർ അനുസരിച്ച് സുപ്രീം കോടതി ഇതൊരു കേസായിട്ടാണ് പരിഗണിക്കുക. എന്നിട്ട് കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ നോട്ടീസ് അയക്കും. പൗരപ്രമുഖന്മാർക്ക് നിയമവിദഗ്ധന്മാർക്കൊക്കെ വേണമെങ്കിൽ കക്ഷി ചേരാം, വാദിക്കാം. ഒടുവിൽ സുപ്രീം കോടതി ഇതിലൊരു അഭിപ്രായം രൂപീകരിക്കും. അഭിപ്രായം രൂപീകരിച്ച് അവരുടെ ഒപ്പീനിയൻ, അത് വിധിയല്ല, ജഡ്ജ്മെൻ്റ് അല്ല, അവരുടെ ഒപ്പീനിയനായിട്ട് പ്രസിഡൻറ്റിന് തിരിച്ചു കൊടുക്കും. അതനുസരിച്ച് പ്രസിഡൻറ്റിന് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാം. ദ്രൗപദി മുർമുവിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമുണ്ട് സുപ്രീം കോടതിയുടെ ഈ ഒപ്പീനിയൻ തള്ളിക്കളയാൻ. എന്നാൽ സുപ്രീം കോടതിക്ക് സ്വന്തം ഒപ്പീനിയൻ തള്ളിക്കളയാൻ പറ്റുമോ? പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ വരുമ്പോൾ ഈ അഭിപ്രായം ഒരു ജഡ്ജ്മെൻ്റായിട്ട് മാറും. ഭരണഘടനാ ബെഞ്ചാണ് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ ബെഞ്ചിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായ ഒരു ജഡ്ജ്മെൻറ്റ് മറ്റ് ജഡ്ജിമാർക്ക് ഇരുന്ന് ഈ 1-2 പേര് ബെഞ്ചിലിരുന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പർദിവാല അതും ചെയ്യും കേട്ടോ. അങ്ങ് ചെയ്യല്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ ഈ അൺഇംപീച്ചബിളായിട്ടുള്ള ഒരു മനുഷ്യൻ തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ റെമഡി? സുപ്രീം കോടതി ജഡ്ജിക്കറിയാം ഞാനിങ്ങനെ ചെയ്തുകൂടാത്തതാണ്. പക്ഷേ അദ്ദേഹം ഒന്ന് ചെയ്യുന്നു. നമ്മളെന്ത് ചെയ്യും? എന്ത് ചെയ്യും ആ മനുഷ്യനെ? ആകെ ചെയ്യാൻ പറ്റുന്നത് ഇംപീച്ച്മെൻറ്റാണ്. അതിപ്പോൾ വലിയ ലോങ് റൺ പ്രോസസ്സുമാണ്. ഇതൊന്നും ഈ വക
പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ചയ്ക്ക് വന്നിരുന്നില്ല. കാരണം അവർ ബേസിക് ഒരു അസംഷൻ ഉണ്ടായിരുന്നു, മാന്യന്മാരും മര്യാദക്കാരുമായിരിക്കും ജുഡീഷ്യറിയിലും രാഷ്ട്രീയത്തിലും എന്നായിരുന്നു അവരുടെ ധാരണ. ആ ധാരണയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെയും ജുഡീഷ്യറിയുടെയും വക്കീലന്മാരുടെയും ഒക്കെ പോക്ക്. സുപ്രീം കോടതിയുടെ പ്രൊസീഡിങ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏകദേശം എല്ലാ ദിവസത്തെയും അജണ്ട തീരുമാനിക്കുന്നത് 2-3 വക്കീലന്മാരാണ്. രാജീവ് ധവാൻ, കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി ഇതുപോലുള്ളവർ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസിൻ്റെ കോർട്ട് അന്ന് പോക്കാണ് കേസ്. മഹാകഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ. ഇനിയിപ്പോൾ പ്രസിഡൻറ്റിന് ഇവരെപ്പോൾ മറുപടി കൊടുക്കും? എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, ഇതിന് ടൈം ലിമിറ്റ് ഇല്ല. രസമതല്ലേ? പ്രസിഡൻറ്റിന് ടൈം ലിമിറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ സുപ്രീം കോടതി എഴുതി കൊടുത്തു. ഗവർണർക്ക് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നില്ല, അതും സുപ്രീം കോടതി നിശ്ചയിച്ചു. പക്ഷേ അവനവനൊരു ടൈം ലിമിറ്റ് വേണോ? അതില്ല. അതെഴുതാൻ സുപ്രീം കോടതി തയ്യാറുമല്ല. സർവതന്ത്ര സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു. അവർക്ക് വേണമെങ്കിൽ പ്രസിഡൻറ്റിന് റിപ്ലൈ കൊടുക്കാം, അല്ലെങ്കിൽ വെച്ച് താമസിപ്പിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാം. എന്ത് വേണമെങ്കിലും സുപ്രീം കോടതിക്ക് ചെയ്യാം. അതിനുള്ള അധികാരം കുറേയധികം ഭരണഘടന കൊടുത്തു, കുറേയധികം അവർ സ്വയം കയറി അങ്ങെടുത്തു. ചിലത് അവർ സ്വയം എഴുതിയെടുത്തു. വീരാസ്വാമി എന്ന് പറഞ്ഞൊരു ജഡ്ജിൻ്റെ കേസിലാണ് അവർ പറഞ്ഞു, ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരുടെ പേരിൽ FIR ഇടാൻ പാടില്ല. FIR ഇടണമെങ്കിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതി വേണം എന്ന് അവർ തന്നെ ഒരു നിയമം ഉണ്ടാക്കി. അവരുണ്ടാക്കി. എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ തന്നെ ഒരു നിയമം ഉണ്ടാക്കി. കഴിഞ്ഞു. അതും ആർട്ടിക്കിൾ 142. അതാണ് വൈസ് പ്രസിഡൻറ്റ് ജഗ്ദീപ് ധൻഖർ പറഞ്ഞത്, ഒരു ന്യൂക്ലിയർ ബോംബ് കയ്യിൽ വെച്ചിരിക്കുന്നു, എന്ത് വന്നു കഴിഞ്ഞാലും ഈ സാധനം എടുത്ത് അങ്ങിടും, ഈ അധികാരം എടുത്ത് പ്രയോഗിക്കും. ഇതൊന്നും ശരിയല്ല. ഏതായാലും സുപ്രീം കോടതിയുടെ ഒപ്പീനിയന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയല്ലാതെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. താങ്ക് യു.